ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ വന്ന വിഷയം നിങ്ങൾ കേട്ടിട്ട് കയ്യോ കാലോ അടിച്ച് ശബ്ദം ഉണ്ടാക്കരുത് കേട്ടോ. അതിന്റെ പ്രത്യേകം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ സിജു അണ്ണൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ, സിജു അണ്ണൻ വന്നിരിക്കുന്നു. സിജു അണ്ണൻ ഇവിടുന്ന് കുറച്ച് ദിവസം പുറത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ സിജു അണ്ണൻ വെൽക്കം ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് അകത്ത് കടത്തി വിട്ടിരിക്കുകയാണ്. സിജു അണ്ണൻ കുറെ തീപ്പൊരിയായിട്ടാണ് വന്നേക്കെന്ന് പറയണത്. കുറെ തീപ്പൊരി പുള്ളിക്കാരെ ഇവിടെ നിന്ന് പോയപ്പോൾ കുറെ തീപ്പൊരി എടുക്കാനാണ് പുള്ളിക്കാരെ ഇവിടെ നിന്ന് പോയത്. വന്നപ്പോൾ തീപ്പൊരി കൊണ്ടാണ് പുള്ളിക്കാരൻ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ആ തീപ്പൊരി എടുക്കാൻ പോയ രംഗം എന്താണെന്നത് കാണിച്ചു തരാം. കാണിക്കുന്നില്ല, ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഫ്ലാഷ് ബാക്ക്. റോക്കിയും സിജോയും കൂടി ഭയങ്കര വാക്കേർക്കും കേട്ടെ. ഭയങ്കര വാക്കേർക്കും എന്ന് വെച്ചാൽ ഭയങ്കര വാക്കേർക്കും. അങ്ങനെ സിജോ കുണ്ടുബാബയുടെ സ്ഥലം എവിടെയാണ്, കുണ്ടുബാബയുടെ ക്ലാസ് ഏതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റോക്കിനെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ റോക്കി പറഞ്ഞില്ലേ, എന്നെ പുറത്തോട്ട് ഞാൻ കവാലടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. ഇയാള് വിശ്വസിക്കാതെ ഈ റോക്കിയുടെ പുറത്തിങ്ങനെ തൊട്ട് റോക്കി ഒരു കിടുക്കാച്ചൊരു ഇടിയിടും, കിടിലയിടി. എൻ്റെ അമ്മ പൊളപ്പടി കേട്ടോ. ആ പൊളപ്പടി കൊടുത്തതും ആണ കിളിഞ്ഞ കേട്ടാ. അതിനുശേഷമാണ് ഒന്നും ചെയ്യാൻ പറ്റണതുമില്ല. റോക്കി വെളിയിലാവുകയും ചെയ്ത്. ആ അടിക്ക് ശേഷം റോക്കി വെളിയിലായി. കിണ്ണം കാച്ചി ഇടി കേട്ടാ, സൂപ്പർ ഇടിയായിരുന്നു. അതിനുശേഷം വെളിയിലങ്ങ് പോയി. വെളിയിൽ പോയപ്പോഴത്തേക്കും ഒരു പരിപാടിയിൽ 2-3 ആഴ്ച മുന്നേ ഒരു പരിപാടിയിൽ, ഒരു ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു, നമ്മളെ സിജു അണ്ണൻ വന്നിട്ടുണ്ടല്ലോ. പറഞ്ഞു ഇവിടുത്തെ പല്ല് ഒരു ആട്ടം ഉണ്ട്, പല്ല ആട്ടം ഉണ്ടെന്ന്, പല്ല ആട്ടം ഉണ്ട്. പിന്നെ സർജറി ആയിട്ട് ഒരു ഇടിക്ക് സർജറി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം എന്തുമാത്രം പവറിനാ കിട്ടിയേക്കുന്നുള്ളത്. ഒരൊറ്റ ഇടിക്ക് സർജറി എന്ന് ഇവിടെ സ്റ്റിച്ചെന്ന് ഇമാതിരി ഇടി ഇട്ടിട്ട് അണ്ണൻ വന്നേക്കണം. തിരിച്ച് വീണ്ടും വന്നിരിക്കുക ഹൗസിനുള്ളിൽ. അണ്ണൻ പറയുവാണ്, ഞാൻ കുറെ തീപ്പൊരിയായിട്ടാണ് ഞാൻ കൊണ്ടുവന്നേക്കണത്, ഞാൻ ഇനി ഇവിടെ ഭയങ്കര മലമറിച്ച് വെക്കാൻ പോവുകയാണ്, തിരിച്ച് പറിച്ചൊക്കെ വെക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. ആണാ ഇനി ഇവിടെ വന്ന് എത്ര കുണച്ചിട്ടും കാര്യമില്ല. കാരണം വെളിയിൽ പോയി കളി കണ്ടിട്ട് ഒരുത്തം വന്നിട്ട് ഭയങ്കര ഞാൻ അടിച്ച് വലിയ കാര്യമൊന്നുമില്ല. അവൻ ആദ്യം മുതൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല. ഇത് അളിയൻ വെളിയിൽ പോയി എല്ലാ പരിപാടിയും കണ്ട് സൂപ്പറായിട്ട് ആരെയൊക്കെ എല്ലാം മനസ്സിലാക്കി സംഭവങ്ങളൊക്കെ ഞാൻ ഒരു വലിയ ഒരു കഥയുമായിട്ട് വരികയാണ് സുഹൃത്തുക്കളെ എന്ന്. എങ്ങനെ ഇരിക്കണമെന്ന് ആലോചിക്കണം. ഇതല്ലേ അവസ്ഥ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ ആരും ചിരിക്കരുത്, കൈകൊണ്ടും കാലുകൊണ്ടും കൈ മുട്ടരുത്. അപ്പൊ വന്ന് കേറിട്ടല്ലേ ഉള്ളൂ. ഇനി അംഗങ്ങൾ കാണാൻ വേണ്ടി പോകും. ഞാൻ പക്ഷെ സമ്മതിക്കൂല. കാരണം എന്നറിയോ, ഇത്രയും ദിവസം വെളിയിൽ പോയി നിന്നിട്ട് എല്ലാ കളിയും കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇനി ഷോ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഹൗസിനുള്ള ആൾക്കാരൊക്കെ ഭയങ്കര പൊക്കി അടിക്കുമായിരിക്കും. പക്ഷെ പുറത്തുള്ള ആൾക്കാരും ഇവൻ അങ്ങനെ മൈൻഡ് ചെയ്യില്ല. കാരണം എല്ലാ കളിയും കണ്ടിട്ടാണ് വന്നേക്കുന്നത്. ഇനി മൈൻഡ് ചെയ്യില്ല. അതിനിപ്പോ റോക്കി ഉദാഹരണം പറയാം, റോക്കി വന്നാൽ പോലും ആരും മൈൻഡ് ചെയ്യില്ല. കാരണം എല്ലാ കളിയും കണ്ടിട്ട് പിന്നെ വീണ്ടും വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അത് മാത്രമല്ല കോമഡി, എന്റെ അമ്മോ, ലാലേട്ടൻ വന്ന് കയ്യിലിങ്ങനെ ഒരു ഇറുങ്ങിയെ പിടിച്ചപ്പെടുത്തിക്കോ, എനിക്ക് എനർജി കൊണ്ട് ഇങ്ങനെ കൊണ്ട് കയറിയെന്ന് എനർജി ഇഷ്ടപ്പെടേ. എന്തോടാ ഇപ്പൊ ഇത്, ഒരു മര്യാദ വേണ്ടടേ ഈ പറയുന്നതിൻ്റെയൊക്കെ ഇരുന്ന്. സിജോ, നിനക്ക് കിട്ടിയൊന്നും പോരാടെ. ഒരു പല്ലിവിടെ കുടുങ്ങുന്നുണ്ട്, വേറെ ഒരു കുഴപ്പമില്ല, ഞാൻ സൂപ്പറായിട്ട് അകത്തോട്ട് പോകുന്നു. അവന്റെ കാര്യം കൊണ്ട് തോറ്റട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, അത് പോട്ടെ, ആ വിഷയം കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. എനിക്ക് ആരും ഒന്നും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല, ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം കേട്ടോ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഹാപ്പി ആയിക്കോളി. ഞാൻ എന്താ വരുന്നുണ്ട് വേറെ വീഡിയോ ആയിട്ട്. ഓക്കെ, ബൈ.